ശിരൂരിലെ അർജുന്റെ രക്ഷാദൗത്യം നടക്കുന്ന ഇടത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, പ്രേക്ഷകരെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ്. അവിടെ നിരനിരയായി നിൽക്കുന്ന രക്ഷാദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള യന്ത്രങ്ങൾ, വാഹനങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യന്ത്രം പുതുതായി നമ്മൾ എത്തിച്ചത് വലിയ നീളം യന്ത്രക്കൈകളുള്ള ലോങ് ബൂം എക്സ്കവേറ്റർ. അതിനെ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാക്കാനുള്ള അവസാനവട്ട പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ മനോരമ ന്യൂസ് കാണിക്കുന്നു. അർജുന് വേണ്ടി കൂടുതൽ ആഴങ്ങളിലേക്ക്, കൂടുതൽ ദൂരത്തേക്ക് തിരച്ചിൽ കൊണ്ടുപോവുക, സാധ്യതകളേറെയുള്ള ഇടത്ത് കാര്യക്ഷമമായി തിരിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകാൻ പുഴയുടെ മറുകരയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന മനോരമ ന്യൂസ് സംഘത്തിനൊപ്പം, ക്യാമറാമാൻമാർക്കൊപ്പം ഇപ്പോൾ അക്ഷയ് മോഹൻ കൂടി ചേരുന്നുണ്ട്. അക്ഷയ്, പുഴയുടെ മറുവശത്തു നിന്ന് നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ ലോങ് ബൂം എക്സ്കവേറ്റർ, ഈ വലിയ യന്ത്രക്കൈയുള്ള മണ്ണ് മാന്തി യന്ത്രം, അതിനെ ഈ പുഴയുടെ തീരത്തേക്ക് ഇറക്കുന്ന നടപടികൾ എവിടെ എത്തി? പക്ഷെ അല്പം മുമ്പാണ് ബൂം ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് എത്തിച്ചത്. ഇപ്പോൾ അത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നേരത്തെ ഇതിന്റെ മുമ്പാണ് ബൂം ഈ പ്രദേശത്ത് മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് എത്തിച്ചത്. ഇപ്പോൾ അത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നേരത്തെ ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ ബൂം എന്ന് പറയുന്നത് ഏകദേശം 20 അടിയോളം ദൂരത്തിൽ അതിന്റെ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് മണ്ണ് നീക്കാൻ സഹായിക്കുന്ന അതിന്റെ ഒരു ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ ഇത് പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ അർജുനെ കണ്ടെത്തിയതല്ല, ഒരു സിഗ്നൽ കഴിഞ്ഞ ദിവസം റഡാറിലും ഒപ്പം സോണാറിലും ഒക്കെ ലഭിച്ച സിഗ്നൽ ഈ പ്രദേശത്താണ്. അപ്പോൾ കരയോട് ചേർന്ന് ഈ ബൂം സ്ഥാപിച്ച ശേഷം അവിടെ നിന്ന് ദൂരത്തിൽ ഇതിന്റെ കഴിവ് ഉപയോഗിച്ച്, അതായത് 20 മീറ്ററോളം ദൂരത്തിൽ ഇതിന്റെ യന്ത്രകൈകളടക്കം ചലിപ്പിക്കാനാകും. ആ ഒരു സവിശേഷത ഉപയോഗിച്ച് മണ്ണ് നീക്കാനുള്ള ശ്രമമായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലോങ് ബൂം യന്ത്രക്കൈ പ്രവർത്തിക്കുന്നതാണ്. അതായത് ആ നീളൻ യന്ത്രക്കൈയുടെ പ്രവർത്തനം രക്ഷാദൗത്യ രംഗത്ത്, അല്ലെങ്കിൽ ഈ അർജുന് വേണ്ടിയുള്ള തേടലിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 12 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കും ഇതുപയോഗിച്ച് എന്നുള്ളത് നേരത്തെ അവിടുന്ന് കാർവാർ MLA വ്യക്തമാക്കിയിരുന്നതാണ് മനോരമ ന്യൂസിനോട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 12:20 അപ്പോഴേക്ക് അത് ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യം ആരംഭിച്ചു. ഏറെക്കുറെ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്നതുകൂടി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ അക്ഷയ്? നിലവിൽ ഈ യന്ത്രം താഴോട്ട് ഇറക്കുന്നതിനൊക്കെ അനുയോജ്യമായ ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടല്ലോ, അല്ലേ? പക്ഷെ തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിന്നത് കാലാവസ്ഥയും മഴയും തന്നെയായിരുന്നു. കുത്തൊഴുകുന്ന പുഴ ഒരു ഭാഗത്ത്, അതോടൊപ്പം ഈ മഴ കൂടി ആകുന്നതോടെ വലിയ രീതിയിലുള്ള കുത്തൊഴുക്ക് ഈ പുഴയിൽ ഉണ്ടാകുന്നു. അതിനനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിന് വേഗത അത് കുറയ്ക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം വലിയൊരു എതിരായി നിന്നത്. പക്ഷേ ഇന്ന് കാലാവസ്ഥ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വേളയിൽ കാലാവസ്ഥ അനുയോജ്യമാണ്. മഴയില്ല, മഴ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ ബൂമറിന്റെ യന്ത്രക്കൈകൾ നീട്ടി ഇപ്പോൾ മണ്ണെടുക്കാൻ തുടരുകയാണ്. പക്ഷേ മണ്ണെടുക്കുന്നത് നേരത്തെ സംശയം പ്രകടിപ്പിച്ച റഡാറിൽ സിഗ്നൽ കാണിച്ച സ്ഥലത്തല്ല, ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്തെ മണ്ണ് നീക്കാനുള്ള ശ്രമം. അതായത് ഈ യന്ത്രം അവിടെ ഉറപ്പിക്കണം. അതിനുള്ള പ്രതലമൊക്കെ നേരത്തെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ ഈ യന്ത്രം എത്തുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഏകദേശം ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വാഹനം സ്റ്റാർട്ടാക്കി കഴിഞ്ഞു. അതിനുള്ള മണ്ണെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുവേണ്ടി ഈ വാഹനത്തെ ഇപ്പോൾ കുറച്ചുകൂടി താഴേക്ക് ഇറക്കേണ്ടി വരും. കുറച്ചുകൂടി താഴേക്ക് ഇറക്കിയാൽ മാത്രമേ ഉദ്ദേശിച്ച നീളത്തിലും താഴ്ചയിലും ഒക്കെ മണ്ണ് മാറ്റാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ പോകാനുള്ള വഴി ഒരുക്കുകയാണ് ഇപ്പോൾ ആ യന്ത്രം ചെയ്യുന്നത്. മണ്ണ് മാറ്റുന്ന ശ്രമം തുടരുകയാണ്. നേരത്തെ കാർവാർ MLA സതീഷ് കുമാർ സെയ്ലി ഇടപെട്ടാണ് ഇത്തരമൊരു യന്ത്രം ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചത്. ഇന്നലെ മുതലുള്ള പ്രതീക്ഷ മുഴുവൻ ഈ യന്ത്രം കേന്ദ്രീകരിച്ചായിരുന്നു. അതിവേഗം ഈ മണ്ണ് മാറ്റാൻ ബൂം യന്ത്രം ഉപയോഗിച്ച് ഈ പുഴയിലെ ഒരു വശത്ത് കിടക്കുന്ന മണ്ണ് മാറ്റാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതനുസരിച്ച് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് റഡാറിൽ നിന്നൊരു സിഗ്നൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ലഭിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെ സോണാർ ഉപയോഗിച്ചും അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു സിഗ്നൽ ലഭിച്ചു. അതാണ് ഇപ്പോൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും. ആ സിഗ്നൽ കണ്ട പ്രദേശത്തായിരിക്കും ഇന്നത്തെ തിരച്ചിൽ നടത്തുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കും. ഏകദേശം ഒരു 11:15 കൂടിയൊക്കെ യന്ത്രം ഇപ്പോൾ ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ എത്തിച്ചു. ഇപ്പോൾ അല്പം മുമ്പ് അരമണിക്കൂർ മുമ്പ് ഈ അപകടം നടന്ന കൃത്യമായ സ്പോട്ടിൽ തന്നെ എത്തിച്ചു. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ പുഴയിലെ മണ്ണ് മാറ്റാൻ കുറച്ചുകൂടി സമയമെടുക്കണം. അതിനുള്ള ഒരുക്കങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തിയാൽ മാത്രമേ ആ കാര്യത്തിലേക്ക് കടക്കാൻ കഴിയൂ. ഇന്ന് 9ാം ദിവസമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ഒരു അപകടം ഇന്ന് ബുധനാഴ്ചയായിരിക്കുന്നു.
9 ദിവസം രക്ഷാപ്രവർത്തനം എത്തി നിൽക്കുന്ന വേളയിൽ അതിന്റെ ഏറ്റവും ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ദിവസത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ പലതവണ റഡാർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ പല സിഗ്നലുകൾ അടക്കം ലഭിച്ചിരുന്നു. പക്ഷേ ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അർജുനിലേക്ക് എത്തില്ല. പലതവണ വഴിമുട്ടി നിൽക്കുന്നു. ഓരോ ദിവസവും പ്രതീക്ഷ നൽകുന്നെങ്കിലും പക്ഷെ അവസാനം ആ ഒരു ദിനം അവസാനിക്കുമ്പോൾ എല്ലാ ദിവസവും നിരാശ തന്നെയായിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ പുതുപ്രതീക്ഷയാണ്. പുതിയ യന്ത്രങ്ങൾ ഒൻപതാം നാൾ വലിയ പ്രതീക്ഷയോടുകൂടി രക്ഷാദൌത്യം ശിരൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യന്ത്രങ്ങൾ നിരന്നു നിൽക്കുന്ന ആ അപകട സ്ഥലത്തിന്റെ വിദൂര ദൃശ്യം മനോരമ ന്യൂസ് തത്സമയം പകർത്തുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഏത് നിലയ്ക്കുള്ള പ്രവർത്തനമൊക്കെയാണ് നമ്മുടെ അർജുന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ നേർസാക്ഷ്യം മനോരമ ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. പുഴയിൽ ദൌത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള നാവികസേന ഉദ്യോഗസ്ഥരുടെ ബോട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. കുത്തിയൊലിക്കുന്ന ഗംഗാവലി പുഴ, അതിൽ സമാന്തരമായ തിരച്ചിൽ പുഴയിൽ അവർ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കരയിൽ ഇപ്പോൾ ഈ ലോങ് ബൂമർ എക്സ്കവേറ്റർ, അതായത് നീളൻ കൈകളുള്ള യന്ത്രവാഹനം മണ്ണുമാന്തി യന്ത്രം അങ്ങോട്ട് എത്തിച്ച് അതിന് താഴോട്ട് ഇറങ്ങാനുള്ള വഴി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. കുറെ കൂടി പുഴയോട് ചേർന്നുള്ള ഒരു പ്രതലത്തിലേക്ക് വന്ന ശേഷം പുഴയിൽ നിന്ന് ചെളിയും മറ്റും മണ്ണും ഒക്കെ മാന്തുക എന്നുള്ളതാണ്, പരിശോധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അതിന്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അല്പസമയം മുമ്പാണ് പുഴയിലുള്ള തിരച്ചിലിനായി ഭൂമെന്ന മണ്ണുമാന്തി യന്ത്രം അവിടെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം സൈന്യത്തിന്റെ റഡാർ സിഗ്നൽ ലഭിച്ച ഇടത്താണ് നിലവിൽ പരിശോധന നടക്കുന്നത്. അവിടെ നിന്ന് PB അനൂപ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനൂപ്, അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യന്ത്രം പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കാരണം അല്പസമയം മുൻപാണ് യന്ത്രം ഇവിടെ എത്തിച്ചത്. യന്ത്രം എത്തിച്ചതിന് ശേഷം അത് കൊണ്ടുവന്ന വാഹനവുമായിട്ടുള്ള ബന്ധം അതിനെ വേർപ്പെടുത്തുകയും പിന്നീട് യന്ത്രം തറയിലേക്ക് ഇറക്കി തറയിൽ തന്നെ, അതായത് നദിയോട് ചേർന്ന് കിടക്കുന്ന കരയുടെ ഭാഗത്ത് ഉറപ്പുള്ള ഭാഗങ്ങളിൽ കൊണ്ടുവരികയും സിഗ്നൽ ലഭിച്ച മേഖലയിലേക്ക്, അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ നാവികസേനയ്ക്ക് ഒരുപക്ഷെ അർജുൻ വാഹനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ സിഗ്നൽ ലഭിച്ചിട്ടുള്ള മേഖലയിലേക്ക് എത്തിച്ച് അവിടെ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് ഈ നീണ്ട യന്ത്രക്കൈ, അതായത് ഈ യന്ത്രത്തിന് ആഴത്തിൽ പരിശോധന നടത്താനായിട്ട് സാധിക്കുന്ന നീണ്ട യന്ത്രക്കൈകളുണ്ട്. അതുകൊണ്ട് ഈ യന്ത്രക്കൈ വെള്ളത്തിലേക്ക് ഇറക്കി ചെളി ഉൾപ്പെടെ നീക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചെളിയും അതോടൊപ്പം തന്നെ സമീപ പ്രദേശത്തുള്ള മണ്ണും, അതായത് ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന കരഭാഗത്തെ മണ്ണും സമാനമായുള്ള രീതിയിൽ പുഴയിൽ തന്നെ കരയോട് ചേർന്ന് കിടക്കുന്ന പുഴയുടെ ഭാഗത്തെ മണ്ണും ചെളിയും ഉൾപ്പെടെ നീക്കം ചെയ്തുകൊണ്ട് അതിനകത്ത് എവിടെയെങ്കിലും ഈ വാഹനം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ വാഹനമുണ്ടോ എന്നത് സംബന്ധിച്ചൊരു പരിശോധന നടത്തുന്നതിനുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ വെള്ളത്തിൽ നേവിയും അതോടൊപ്പം തന്നെ കരസേനയും സിഗ്നൽ പരിശോധനയും റഡാർ പരിശോധനയും ഉൾപ്പെടെ നടത്തിയതിനപ്പുറത്തേക്ക് സോണാർ സിഗ്നൽ പരിശോധന നടത്തിയിരുന്നു. അതായത് ശബ്ദതരംഗങ്ങൾ പുഴയിലെ വെള്ളത്തിലേക്ക് കടത്തിവിട്ട് ഏതെങ്കിലും തരത്തിൽ ആ ശബ്ദതരംഗങ്ങൾ തിരിച്ച് എത്തുമ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ച് പ്രതിഫലിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടോ എന്നത് അറിയാവുന്ന തരത്തിൽ സിഗ്നൽ ലഭിക്കുന്നതിന് വേണ്ടി സമാനമായ PB അനൂപാണ് അവിടെ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഭൂമെന്ന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അവിടെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചത്. ഇപ്പോൾ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അവിടെ നടക്കുകയാണ്. ഇന്നലെയാണ് അവിടെ സൈന്യത്തിന് റഡാറും ഒപ്പം സോണാർ സിഗ്നലും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എവിടെയാണോ ആ സിഗ്നൽ ലഭിച്ച ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുനായുള്ള തിരച്ചിൽ അത് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും മണ്ണുമാന്തി യന്ത്രത്തിന്റെ പരിശോധന അവിടെ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് യന്ത്രം എത്തിച്ചത്. എന്തായാലും രാവിലെ തന്നെ പുലർച്ചെ യന്ത്രം എത്തുമെന്നായിരുന്നു ആദ്യം നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിലും പിന്നീട് ചില സാങ്കേതിക തകരാറുകളെ തുടർന്ന് 12 മണിയോടുകൂടിയാണ് ഈ അപകട സ്ഥലം നടന്ന സ്ഥലത്തേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഇതാ ഇപ്പോൾ അതിന്റെ പരിശോധനയും അവിടെ ആരംഭിച്ചിരിക്കുന്നു. PB അനൂപ് തുടരുന്നുണ്ട്. അനൂപ്, കേൾക്കാമെങ്കിൽ തുടരാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ വളരെ പതിയെ, വളരെ ഘട്ടമായിട്ട് വളരെ കരുതലോടുകൂടിയാണ് പുഴയിലേക്ക് ഈ യന്ത്രം ഇറക്കുന്നത്. കാരണം ഈ ഇവിടുത്തെ മണ്ണിന് ഒട്ടും ഉറപ്പില്ല. വളരെ ഏത് സമയം വേണമെങ്കിലും വീണ്ടും ഇടിഞ്ഞു പുഴയിലേക്ക് വീഴാനുള്ള ഒരു സാഹചര്യം കരപ്രദേശത്തുള്ള അല്ലെങ്കിൽ കരയിലുള്ള മണ്ണിനുണ്ട്. വളരെ ചെളിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വളരെ പതിയെ മാത്രമേ ഈ യന്ത്രക്കൈ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് കരയോട് ചേർന്നുള്ള ഭാഗത്ത് എത്തിച്ച് അത് വെള്ളം
വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പകരം വളരെ കരുതലോടുകൂടി മുന്നിലുള്ള ചെളി ഭാഗങ്ങൾ നീക്കം ചെയ്ത് അങ്ങനെ ഒരുപക്ഷെ കുറെ കൂടി ഉറപ്പുള്ള ഒരു പ്രതലം സൃഷ്ടിച്ച് അങ്ങനെ യന്ത്രഭാഗം ഒരുപക്ഷെ നദിയിലേക്ക് പതിയെ എത്തിക്കുക, നദിയുടെ സമീപത്തേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ യന്ത്രക്കൈ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പരമാവധി ആഴങ്ങളിലേക്ക് പുഴയുടെ കൊണ്ടുപോവുക എന്ന ഒരു നടപടിയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അതിന്റെ യന്ത്രക്കൈ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച തരത്തിലേക്ക് ആ യന്ത്രക്കൈ പൂർണ്ണമായിട്ടും ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യം ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല. കാരണം ഈ പരിശോധന ഫലപ്രദമാകുമെങ്കിൽ ഈ യന്ത്രക്കൈ പൂർണ്ണമായിട്ടും ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഏതാണ്ട് 60 അടി താഴത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങണം. പക്ഷെ അത്രത്തോളം താഴേക്ക് കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട തടസ്സം ഈ കരപ്രദേശം അല്ലെങ്കിൽ ഈ പുഴയുടെ കരയുൾപ്പെടുന്ന പ്രദേശത്തിന് ഒട്ടും ഉറപ്പില്ല എന്നുകൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിനിടയാക്കിയിട്ടുള്ള മലയിടിച്ചിലും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് വളരെ നനവാർന്ന മണ്ണാണ്. ഏത് സമയം വേണമെങ്കിലും പുഴയോരം ഇടിഞ്ഞ് താഴോട്ട് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പുഴയുടെ ഓരത്ത് ഈ യന്ത്രം നിർത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തുക വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ യന്ത്രത്തിന്റെ ഭാരം കൊണ്ട് പുഴ ഓരം ഇടിഞ്ഞ് താഴോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ തിരച്ചിൽ നടപടികൾ വീണ്ടും വളരെ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി ഈ പുഴയുടെ സമീപത്തേക്ക് പുഴയോട് ചേർന്ന് ഈ യന്ത്രത്തിന്റെ അടിത്തട്ട് അല്ലെങ്കിൽ അടിഭാഗം എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ചെളി നീക്കം ചെയ്താണ് ഇത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ നീണ്ട യന്ത്രക്കൈ ആഴങ്ങളിലേക്ക് പതിയെ ഇറക്കി കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറക്കി അവിടെ സിഗ്നൽ ലഭിച്ച പ്രദേശങ്ങളിൽ വാഹനം ലോറി ഉണ്ടോ എന്ന് സംബന്ധിച്ച പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി എന്തെങ്കിലും സൂചനകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ അർജുനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കുടുംബാംഗങ്ങൾക്ക് കൈമാറാനും സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പോലീസും അതോടൊപ്പം തന്നെ കർണാടക ഭരണകൂടവും ഉള്ളത്. SPB അനൂപാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതീക്ഷ തന്നെയാണ് നേരത്തെ ഇതുമായി സംസാരിച്ച കാൻവാർ MLA അടക്കം നമ്മളോട് പങ്കുവച്ചത്. വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൂചനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർണായക വിവരങ്ങൾ കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേരത്തെ കാൻവാർ MLA സതീഷും നമ്മളോട് സംസാരിച്ചപ്പോൾ അടക്കം വ്യക്തമാക്കിയത്. അത്യാധുനിക മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഗംഗാവാലി പുഴയിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. അല്പസമയം മുമ്പ് 12 മണിയോടുകൂടിയാണ് ഈ അത്യാധുനിക സംവിധാനമുള്ള മണ്ണുമാന്തി യന്ത്രം അത് അപകട സ്ഥലം നടന്ന ഇടത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ അതിന്റെ പരിശോധന അവിടെ നടക്കുകയാണ്. പുഴയുടെ കരയിൽ നിന്നും മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും നിർണായക ഘട്ടമാണ് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കടന്നുപോകുന്ന ഈ ഒരു സമയം. പ്രത്യേകിച്ചും നേരത്തെ അവിടുത്തെ സ്ഥലം MLA കാൻവാർ MLA സതീഷ് അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കും, എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം മാധ്യമങ്ങളോടും നേരത്തെ പങ്കുവച്ചത്. PB അനൂപ് അവിടെ നിന്നും തുടരുന്നുണ്ട്. അനൂപ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യന്ത്രം അവിടെ മണ്ണ് മാറ്റിയിടുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ പുഴയുടെ മേൽഭാഗത്താണല്ലോ ഉള്ളത്. അവിടെ നേരത്തെ ഈ മണ്ണിടിച്ചിലിന്റെ ഭാഗമായ അടക്കം എത്തിയ മണ്ണൊക്കെ അവിടെ വലിയ കുനയായി കിടക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി പുഴയുടെ അടുത്തോട്ട് ചേർന്ന് നിന്നായിരിക്കുമല്ലോ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഈ യന്ത്രം കടക്കുക. അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അത്തരത്തിൽ മാത്രമേ ഒരു കൃത്യമായിട്ടൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ അങ്ങനെ അത്തരത്തിലൊരു പരിശോധനയിലൂടെ മാത്രമേ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ഭാരമേറിയിട്ടുള്ള ഒരു ലോറിയാണ്. കാരണം തടിയുമായിട്ട് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് ലോറിയുടെ ഭാരത്തോടൊപ്പം തന്നെ അതിലുണ്ടായിരുന്ന തടിയിലെയും ഭാരമുള്ളതുകൊണ്ട് ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം അർജുന്റെ ലോറിക്ക് ഇല്ല എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. അതുകൊണ്ട് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായെങ്കിലും അല്ലെങ്കിൽ മലയിടിച്ചിൽ ഉണ്ടായെങ്കിലും ഈ ലോറി സമീപത്തുള്ള പുഴയിൽ ഈ മലയിടിച്ചിൽ ഉണ്ടായിട്ടുള്ള പ്രദേശത്തിന്റെ അടുത്ത് തന്നെ ഒരുപക്ഷെ നദിയിലേക്ക് ആണ്ടുപോയിട്ടുണ്ടാകാം. ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകില്ല. കാരണം ലോറിയുടെ ഭാരം കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തടി ഉൾപ്പെടെ അടുക്കി വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് വരിഞ്ഞു കെട്ടി കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് ആ തടി സാധാരണഗതിയിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാവുകയും അതിനകത്ത് തടിയാണ് ഉള്ളതെങ്കിൽ അത് വെള്ളത്തിലൂടെ ഒഴുകി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ ലോറിയിൽ ഉണ്ടായിരുന്ന തടി ഒഴുകി പോകാത്തൊരു സാഹചര്യം. രണ്ടാമത്തേത് വളരെ ഭാരമുണ്ട് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ ലോറി തലകീഴായിട്ടായിരിക്കാം വീണിട്ടുണ്ടാവുക. അതായത് ഇത് ഈ ലോറിയുടെ ചക്രഭാഗങ്ങൾ മുകളിലോട്ടും
അതായത് അതോടൊപ്പം തന്നെ ലോറിയുടെ ഈ തടി ഉൾപ്പെടുന്ന ഭാഗങ്ങൾ താഴോട്ടും വരുന്ന രീതിയിൽ അല്ലെങ്കിൽ തടി ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ചെളിയിലേക്ക് പൂണ്ടു പോകുന്ന തരത്തിലുമായിരിക്കും, തലകീഴായിട്ടായിരിക്കാം ലോറി ഒരുപക്ഷെ ഈ അപകടത്തിൽപ്പെട്ട് നദിയുടെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടാവുക എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് ചില സിഗ്നലുകൾ, അതായത് സോണാർ പരിശോധനയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ റഡാർ പരിശോധനയുടെ ഭാഗമായിട്ടും ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് റഡാർ പരിശോധനയിൽ ഒരു വെല്ലുവിളി ഒരുപക്ഷെ ഈ വാഹനത്തിന്റെ ഇരുമ്പ് ഭാഗം മാത്രമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ പാറയുടെയോ അതല്ലെങ്കിൽ നദിയിലുള്ള മറ്റേതെങ്കിലും വസ്തുക്കളുടെയോ ലോഹ ഭാഗങ്ങളും ഒരുപക്ഷെ ഇത്തരത്തിൽ സിഗ്നലുകൾ നൽകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സിഗ്നലുകൾ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ തെറ്റായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് സോണാർ പരിശോധന നടത്തിയിരുന്നു. ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ശബ്ദതരംഗങ്ങൾ നദിയുടെ അടിത്തട്ടിലേക്ക് കടത്തിവിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിശോധന. ഈ രണ്ട് പരിശോധനയിലും സമാനമായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതായത് അർജുന്റെ വാഹനം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന തരത്തിലൊരു അനുകൂലമായിട്ടുള്ള സിഗ്നലുകൾ ലഭിച്ച ഒരു മേഖലയിലാണ് ഇപ്പോൾ. ആ ഒരു മേഖലയുടെ അല്പം മാറി മുന്നോട്ട് നീങ്ങിയും അല്പം പിറകിലോട്ടുമായിട്ട്, അതായത് അതിന്റെ സമീപത്ത് ചുറ്റുവളവിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലുമായിട്ടുള്ള ഒരു തിരച്ചിലിനാണ് ഇപ്പോൾ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഈ യന്ത്രം, അതായത് നീണ്ട യന്ത്ര കൈകളുള്ള ഭൂമി യന്ത്രം, അത് പതിയെ ഈ പുഴയുടെ കരയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ നദിയിലേക്ക് അടുക്കുന്ന ഭാഗത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചതുപോലെ വളരെ പെട്ടെന്ന് പൂർണ്ണമായിട്ടും ഇതിന്റെ യന്ത്രക്കൈ നദിയുടെ ആഴങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് പരിശോധന നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഈ ഒരു ഭൂപ്രകൃതിയാണ്. കാരണം ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന കരഭാഗം വളരെ ദുർബലമാണ്. അത് നനവാർന്ന് കിടക്കുന്ന ഒരു പ്രതലമാണ്. അത് ഏത് സമയം വേണമെങ്കിലും ഇടിയുന്നതിനോ അതല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ ഒരു മണ്ണ് ഇടിച്ചിലുണ്ടാകുന്നത്, മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വീഴുന്നതിനോ ഉള്ളൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ യന്ത്രം പോലും പുഴയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരുപക്ഷെ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ പ്രതികൂലമായിട്ടുള്ള ഭൂപ്രകൃതി ഉൾപ്പെടെയുള്ള സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പതിയെ ഈ യന്ത്രം മുന്നിലുള്ള തടസ്സങ്ങൾ, മുന്നിലുള്ള ചെളികൾ ഉൾപ്പെടെ നീക്കിക്കൊണ്ട് അതോടൊപ്പം സമാനമായുള്ള രീതിയിൽ ഈ നദിയുടെ ആഴങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങുന്ന തരത്തിലേക്ക്, അതായത് ഓരോ ഘട്ടത്തിലും കൂടുതൽ ആഴങ്ങളിലേക്ക് ഇതിന്റെ യന്ത്രക്കൈക്ക് ആർന്നിറങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ചെളി നീക്കിക്കൊണ്ട് പതിയെ ഈ യന്ത്രം മുന്നോട്ട് നീക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായുള്ള, ഏറ്റവും നിർണായകമായിട്ടൊരു കാര്യം, ഒരുപക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ നമ്മളിതിനെ ഒരു യന്ത്രം നടത്തുന്ന ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, അതൊരു പരിശോധിക്കുകയാണെങ്കിൽ ഒരു രക്ഷാകരം നീട്ടുന്നത് പോലെ, അതല്ലെങ്കിൽ അർജുനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കൈനീട്ടൽ പോലെ നമുക്ക് ഈ ഒരു തിരച്ചിൽ ഈ യന്ത്രക്കൈ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറക്കുന്നതിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ 8 ദിവസത്തിലധികമായിട്ട്, ഇന്ന് 9ാം ദിവസമാണ്, കഴിഞ്ഞ 8 ദിവസമായിട്ട് ലോകമെങ്ങുമുള്ള മലയാളികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഷിരൂരിലേക്കാണ്. പ്രാർത്ഥനകളോടുകൂടി അല്ലെങ്കിൽ ഒരുപക്ഷെ അർജുനെ തിരികെ ലഭിക്കണമെന്ന പ്രത്യാശയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നത് ഈ ഒരു ഷിരൂർ എന്ന് പറയുന്ന കർണാടകയുടെ കോസ്റ്റൽ മേഖലയിലാണ്, ഉത്തര കന്നഡ മേഖലയിലേക്കാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ നടത്തിയിട്ടുള്ള ഒരു രക്ഷാദൗത്യത്തിലും ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ തിരച്ചിലുകളിലും ഒരുപക്ഷെ നിരാശാജനകമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഓരോ ദിവസം പരിശോധന പൂർത്തിയാകുമ്പോഴും അർജുനിലേക്ക് എത്താനുള്ള ഒരു തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂവും ലഭിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ പരിശോധന കുറെ കൂടി പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പുഴ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയാണ്. ഇപ്പോൾ ഈ യന്ത്രക്കൈ ഈ പുഴയിൽ ഇറക്കിക്കൊണ്ടുള്ള പരിശോധനയ്ക്കൊപ്പം തന്നെ NDRFന്റെയും അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെയും സേനാംഗങ്ങൾ ഇപ്പോൾ ബോട്ടുകളിൽ, റബ്ബർ ബോട്ടുകളിൽ ഈ യന്ത്രക്കൈ ഇറക്കിയിട്ടുള്ള ഭാഗത്തിന് സമീപത്തായിട്ട് തിരച്ചിലിന്റെ ഭാഗമായിട്ട് അവിടെ പരിശോധനകൾക്കൊപ്പം ചേരുന്നുണ്ട് എന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് നൽകാനായിട്ട് സാധിക്കും. കാരണം അവരിപ്പോഴും ആ സിഗ്നൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ ശക്തമായിട്ടുള്ള അടിയൊഴുക്ക് ഈ പുഴയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആ മേഖലയിൽ നിന്നും ഇപ്പോൾ മാറിയിട്ടുണ്ടോ ഈ അടിയൊഴുക്കിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് ലഭിച്ച സ്ഥലത്തിനപ്പുറത്തേക്ക് എവിടെയെങ്കിലും മാറിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ NDRFന്റെയും അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെയും അംഗങ്ങൾ ഇപ്പോൾ റബ്ബർ ബോട്ടിൽ ഇപ്പോൾ പരിശോധനയുടെ ഭാഗമായിട്ട് ഒപ്പം ചേരുന്നുണ്ട് എന്നതാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം. ഈ യന്ത്രക്കൈ ആഴത്തിൽ ഇറക്കിക്കൊണ്ടുള്ള പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള ഒരു വിവരം ഈ അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും എന്ന ഒരു പ്രത്യാശയാണ് ഇപ്പോൾ
ഇന്നലെ മുതൽ കർണാടക പോലീസും അതോടൊപ്പം തന്നെ കർണാടക സർക്കാരിന്റെ ഭാഗമായവരും പങ്കുവച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷാ നിർഭരമായുള്ള ഒരു നീക്കം അല്ലെങ്കിൽ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു റിസൾട്ട് ഈ ഒരു നീണ്ട യന്ത്രക്കായുള്ള ഒരു ഭൂം യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന തിരച്ചിലിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ അതായത് അല്പസമയം മുൻപ് ഒരു 40 മിനിറ്റ് മുൻപ് ഈ ചെളി നീക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തിരച്ചിൽ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ ആ 40 മിനിറ്റ് മുൻപ് ഇത് തുടങ്ങുന്ന സമയത്ത് ഈ യന്ത്രത്തിന് നദിയിലേക്ക് ആഴ്ന്നു പോകാൻ പോകുന്ന അതിന്റെ യന്ത്രക്കൈക്ക് ഇറങ്ങാൻ പോകാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ആഴങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാനായിട്ട് ഈ യന്ത്രക്കൈക്ക് സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഇപ്പോൾ ചെളി നീക്കി കൂടുതൽ പുഴയോടടുത്ത് വരികയാണ് ഈ യന്ത്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 1-1.5 മണിക്കൂറിനകത്തേക്ക് പുഴയോട് കൂടുതൽ ചേർന്നുകൊണ്ട് ഈ യന്ത്രം സ്ഥാപിക്കാനായിട്ട് ഇതിന്റെ അടുത്തിട്ട് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ യന്ത്രക്കൈ പൂർണ്ണമായിട്ടും അത് ഇറക്കാൻ നദിയിലേക്ക് ഇറക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കുറെ കൂടി അടുപ്പിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ആ ചെളി മുഴുവനായിട്ട് നീക്കി കുറെ കൂടി നദിയിലേക്ക് ഇതിന്റെ യന്ത്രത്തിന്റെ അടിഭാഗം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ യന്ത്രക്കൈ പൂർണ്ണമായിട്ടും വരുന്ന മണിക്കൂറുകളിൽ നദിയിലേക്ക് ഇറക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ചെളി നീക്കലും പരിശോധനയും സാധ്യമാകും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു 6 മണിയോടുകൂടി തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കർണാടക പോലീസും സർക്കാരും കരുതുന്നത്.